ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം ഞാൻ പിന്നെയും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇത്തവണ ജ്വല്ലറി ഹോളാണ്. അപ്പോൾ ഇത് ലിലി ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ ദീപാവലി സെയിൽസ് ഇപ്പം നടക്കുക. അപ്പോൾ എല്ലാം നല്ല ഓഫറിന് കുറേ ജ്വല്ലറി ഐറ്റംസ് അവർ അതിനകത്ത് നമുക്ക് വെബ്സൈറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ജ്വല്ലറീസ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ജ്വല്ലറീസ് നല്ല നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഓഫർ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ജ്വല്ലറീസ് മേടിച്ചു. ഇപ്പം എനിക്ക് ഇങ്ങനെ കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ജ്വല്ലറീസ് ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ നമ്മൾ മറ്റേ ജുംക്ക അങ്ങനത്തെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ കുറേ വാങ്ങി അതൊന്നും നമുക്കിപ്പം നമ്മൾ മോഡേൺ ഡ്രസ്സ് ഇടുമ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ജ്വല്ലറീസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി. അപ്പോൾ ഇത് ഇന്ന് രാവിലെ ഇതിന്ന് ഡെലിവറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഹോൾ വീഡിയോ ആയിട്ട്, കാരണം കുറച്ചധികം പീസസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഹോൾ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. പിന്നെ അതിൽ ഓഫറിൽ ഇങ്ങനെ ഫ്രീ ഡെലിവറി ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര എമൗണ്ടിന് മേലെ മേടിക്കുമ്പോൾ ഒരു ജ്വല്ലറി ഓർഗനൈസർ, ആ ഓർഗനൈസർ ഓൾറെഡി ഞാൻ ആമസോണിൽ നിന്ന് നല്ലാണ്ട് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഏറ്റവും ഇതിൽ, അതായത് ഒരു എനിക്കൊന്ന് 2000 റേഞ്ചിൽ എന്തോ വാങ്ങുമ്പോൾ ഒരു ബാഗ് എന്തോ ഫ്രീ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റേത് ആക്ച്വലി അതിന് എബോവ് ആയി. അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ആക്ച്വലി ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് പൊട്ടിക്കാനൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചൊരു ജസ്റ്റ് എന്തായാലും കുറച്ചധികം ജ്വല്ലറീസ് ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു ഹോൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കുറച്ച് ഹോൾ വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് നാളായില്ലേ, അപ്പോൾ ഒരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹാപ്പി കാണുന്നുണ്ട്. ഒരു ലോഡ് ജ്വല്ലറീസ് കണ്ടപ്പോൾ തന്നെ ഹാപ്പി. ആക്ച്വലി ആ ബാഗും ഉണ്ട്. ബാഗ് ഒരു കുഞ്ഞു ബാഗാണ്. അതെ, ഇതാണ് എനിക്ക് അവർ ഫ്രീ തന്ന ബാഗ്. ഈശ്വര, ഇത് കാശ് കൊടുത്ത് മേടിക്കുന്നവരുടെ കാര്യം എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. ഈ ബാഗിന് എത്ര വിലയെന്നറിയോ? ഓഫറിൽ 699 എങ്ങാണ്ടാ വില, അല്ലാണ്ട് ഓഫറില്ലാണ്ട് 1000 അബോ എങ്ങാണ്ട് വരുന്ന ബാഗായത്. ഇതിനകത്ത് എൻ്റെ ഫോണ് നിൽക്കുമോ? ഫ്രീ കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ബ്രൗണും ബ്ലാക്കും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ബ്ലാക്കാണ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഈ ഒരു കുഞ്ഞു ബാഗ് ആർക്ക് യൂസ് ചെയ്യാം? എനിക്ക് യൂസ് ചെയ്യാം. പക്ഷേ കുഞ്ഞു ബാഗല്ലേ, ലെങ്ത്ത് പോലും ഇല്ല. ഇറ്റ്സ് ഓക്കെ, പക്ഷേ രസമുണ്ട്. ജസ്റ്റ് ലില്ലി ഒറിജിൻ എന്നൊക്കെ എഴുതിയിട്ടൊരു കുഞ്ഞു ബാഗ്, ഒരു ഫോണ്, ഇച്ചിരി കാശൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ബാഗല്ല, എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ജ്വല്ലറീസാണ്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് എന്താ പറയുക, നമ്മളുടെ മറ്റേ കടലിനകത്തെ മറ്റേ ജീവിൻ്റെ പേരെന്താ കണ്ടോ? മറ്റേ ജെല്ലി ഫിഷിൻ്റെ മോഡലിൽ വരുന്ന ഒരു കമല. ഇതിനൊക്കെ 59 ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ. 39, 59, ഒന്നും 100 അബോ പോയിട്ടില്ല. 100 അബോ ഉള്ള ജ്വല്ലറീസൊക്കെ ഇല്ല. ഞാനങ്ങനെ ഒരെണ്ണോ രണ്ടെണ്ണോ എങ്ങാണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരെണ്ണം രണ്ടെണ്ണം എന്തോ മേടിച്ചിട്ടുണ്ട്. അതൊരെണ്ണം. പിന്നെ ഇത് നമ്മളുടെ ഡ്രാഗൺ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു, ആക്ച്വലി ഫസ്റ്റ് ലില്ലി ഒറിജിൻ്റെ ഇങ്ങനെ ആഡ്സ് നമുക്ക് ഇൻസ്റ്റയിൽ വരുമല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഇൻസ്റ്റയിൽ ആഡൊക്കെ വന്നിട്ട് വാങ്ങാൻ, അത്യാവശ്യം നമുക്ക് അറിയില്ലാത്തൊരു ബ്രാൻഡാണെങ്കിൽ എനിക്ക് വാങ്ങാൻ ഇച്ചിരി ഒരു മടി ഉണ്ടാവും. പക്ഷേ ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വീണ മേടിച്ചായിരുന്നു. കഴിഞ്ഞ മന്ത് വീണ കുറച്ച് ഇതിങ്ങനെ ഓഫറൊക്കെ കണ്ടിട്ട് വീണ കുറച്ച് മേടിച്ചായിരുന്നു. അപ്പം വീണയ്ക്ക് ഡെലിവർ ആയ ആ ഒരു വിശ്വാസത്തിൽ ഞാനും ഓർഡർ ചെയ്തു. ഇത് ഒരു ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലിലെ ഒരു ഇയറിങ്ങാണ്. രസമുണ്ട്. ഇതൊക്കെ നമുക്കിങ്ങനെ ജീൻസും ഇതൊക്കെ ഇടുമ്പോഴാണെങ്കിലും കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചുമ്മാ ഒരു ഷേപ്പ്, വെറുതെ ഒരു ഷേപ്പ്, കൊറോണ ഒരു ജസ്റ്റ് ഒരു ഷേപ്പിലുള്ളൊരു ഇയറിങ്. കൊള്ളാം കേട്ടോ. ഇതൊക്കെ ശരിക്കും 59 രൂപ, 79 രൂപ, 99 രൂപ ആണ് ഏറ്റവും ഇത് വരുന്നത്. പിന്നെ 115, 110 അങ്ങനെ എങ്ങാണ്ട് ഒരെണ്ണം അങ്ങനെ രണ്ട് ഇയറിങ്സ് അങ്ങനെ മേടിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ 99 താഴെയും 59, 35 എങ്ങാണ്ട് ഏതോ ഒരു ഇയറിങ്ങും 35 എങ്ങാണ്ട് മേടിച്ചിട്ടുണ്ട്. ഇതും കൊള്ളാം കേട്ടോ.
കണ്ടോ, നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് പണ്ടത്തെ അമ്മമ്മമാരുടെ കമ്മൽ പോലെ ഉണ്ടല്ലോ. രസമുണ്ട്. ഞാൻ കുറേ ഹാങ്ങിങ് ഒക്കെ മേടിച്ചിട്ട് ഇതൊരു ഹാങ്ങിങ്. ഇതെന്തോ കുറേ ഉണ്ട്. 27+ പീസസ് ഉണ്ട്. 2000 അങ്ങനെ 2100 അങ്ങനെയുണ്ട്. ബട്ടർഫ്ലൈ മനസ്സിലാവുന്നുണ്ടല്ലേ? ഇതൊരു ബട്ടർഫ്ലൈ തീം ഒരു ഇയറിങ്. ഇതെല്ലാം മെറ്റലാട്ടോ. ഇനി എനിക്ക് ആകെ ഒരു ഡൗട്ട്, ഇതിൻ്റെ കളറ് മങ്ങോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കളറ് മാറിപ്പോവോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കിയൊക്കെ അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞ 100 above 149 അങ്ങനെ എങ്ങാണ്ട്. ഇതിലിട്ട് കമ്മലാ അങ്ങനെയില്ല, ഒരു ജിയോമെട്രിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേസിലൊരു കമ്മൽ. ഇതായിരുന്നു 149 തോന്നുന്നു. കുറേ ഉണ്ട്, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അല്ലാണ്ട് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസിൽ വാങ്ങുമ്പോൾ അതൊക്കെ ഇച്ചിരി നഷ്ടം തോന്നും നമുക്ക്. വേറൊരു ഫ്ലവർ, ഹാഫ് ഫ്ലവറിൻ്റെ ഒരു ഇതിൽ വരുന്നൊരു കമ്മൽ കൊള്ളാം. ഇതൊക്കെ ഇടുമ്പോൾ ചേരും വിചാരിക്കണം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഫോട്ടോയിൽ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇതിൻ്റെ ഗോൾഡൻ കളർ ഞാൻ നോക്കി, പക്ഷേ ഗോൾഡൻ സോൾഡ് ഔട്ടായി. പിന്നെ സിൽവർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങി. നല്ല രസമുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയത്. അതിൻ്റെ ഒരു ഇത് വളയം വീണ് കിടക്കുന്നു. കുഴപ്പമില്ല, പൊട്ടിയിട്ടൊന്നുമില്ല. ഇത് വേറൊരു മോഡൽ. ഇതിന് മുന്നേ ഞാൻ വാങ്ങിയത് ഏതായിരുന്നു? ലില്ലി ഒറിജിൻ അല്ലല്ലോ. ഇങ്ങനത്തെ ജോമെട്രിക്കൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമ്മൽസ്, അവരുടെ കുറച്ച് പല പല ഷേപ്സിൽ, അതായത് ഇപ്പോൾ 2 സൈഡിലും 2 ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കമ്മലായിരിക്കും. പിന്നെ ഒരെണ്ണം ഇങ്ങനെ ഹാങ്ങിങ് വരികയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത കമ്മൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ട്. അത് പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരു രണ്ടും ഒരുപോലെ ഇരുന്നില്ലെങ്കിൽ എനിക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് അതിടുമ്പോൾ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വാങ്ങിയില്ല. ഇത് ജസ്റ്റ് ഒരു ഡിസൈൻ, പക്ഷെ കൊള്ളാം. ഇതൊക്കെ ഇടുമ്പോൾ വേറെ ഒരു രസമായിരിക്കും. കാരണം നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ കാണാത്ത തരം ഡിസൈനൊക്കെ ആണല്ലോ. പിന്നെ കുറച്ച് നമ്മളുടെ മറ്റേ ഷെൽസ്, സ്റ്റാർ ഫിഷ്, അങ്ങനത്തെ കുറച്ച് ബീച്ച് തീമിനുള്ള കുറച്ച് കമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനത്തെയൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റാറിൻ്റെ ഷേപ്പിൽ വരുന്നൊരു കമ്മലാണ്. ഇതാ ബീച്ച് തീം. ബീച്ച് തീം എന്തിനാ? ബീച്ചിൽ പോകുമ്പോൾ ഇടാൻ. ഇതും എനിക്ക് ഭയങ്കര, അതായത് എനിക്കൊരു ആൻസൈറ്റി വരും. അതായത് രണ്ടും ഒരുപോലെ ഇരുന്നില്ലെങ്കിൽ ഒരു ഇങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിക്കും, അയ്യോ അതൊന്നല്ലല്ലോ എന്ന്. പക്ഷെ എന്നാലും ഞാനിത് വാങ്ങി. അതായത് ഇതൊരു ഇയറിംഗ് ആണ്. ഒരു ഇയറിങ്ങിൽ സണ്ണും ഒരു ഇയറിങ്ങിൽ മൂണിൻ്റെ ഷേപ്പും വരുന്ന പോലത്തെ. ഇതിൻ്റെ തന്നെ മാല ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരെണ്ണം സണ്ണും ഒരെണ്ണം മൂണ്. ഇതിൻ്റെ തന്നെ മാല ഉണ്ടായിരുന്നു. ഒരു ലെയറിൽ സണ്ണ്, ഒരു ലെയറിൽ മൂണ്, അങ്ങനെ വരുന്ന പോലെ ഒരു മാല ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാല വാങ്ങിയില്ലാന്ന് തോന്നുന്നു. ഇത് മാത്രമേ വാങ്ങിയുള്ളൂ, ഇയറിംഗ് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ ഇതൊരു സ്പൈറൽ പോലത്തെ ഒരു കമ്മൽ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അതും കൊള്ളാം. പിന്നെ നമ്മളുടെ ക്രോയ്സൺ, അതിൻ്റെ മോഡൽ. പക്ഷെ ഞാൻ ശംഖ് പോലെ ഇരിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ബീച്ച് തീമിന്
നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചത്. പക്ഷേ ഇത് നമ്മൾ ശരിക്കും മറ്റേ ക്രോയിസാണല്ലോ, അതാണ് എന്താ പറയുക, ക്രോയിസ് അങ്ങനെ പറഞ്ഞാൽ മതി തൽക്കാലം. അപ്പോൾ ഇതാണ് ആ ഒരു ഷേപ്പിൽ നമ്മുടെ മറ്റേ പേസ്ട്രി ഉണ്ടല്ലോ, പേസ്ട്രി മോഡലിൽ വരുന്ന ആ ഒരു സാധനത്തിൻ്റെ ക്രോയിസ്. അത് തന്നെ ക്രോസ് എന്തെങ്കിലും മീൻസ് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലോ, ഷേപ്പ് കണ്ടപ്പോൾ മനസ്സിലായി കണ്ടില്ലേ അങ്ങനത്തെ. പക്ഷെ ഞാനിതൊരു ശംഖ് എന്നുള്ളൊരു ഷേപ്പ് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. പിന്നെ അമ്പടോ കൊള്ളാം കേട്ടോ. നോക്ക്, സണ്ണിൻ്റെ ഒരു മോഡൽ ഒരു കമ്മൽ, നല്ല രസമല്ലേ. എനിക്കിനി ടെൻഷൻ ഇതാണ്, അതായത് കളറ് പോവുമോ എന്നുള്ളത്. പിന്നെ കുഴപ്പമില്ല, ഒരു 59 രൂപ 99 രൂപ റേഞ്ചിനൊക്കെ ഈ ഒരു മോഡലിലെ കമ്മൽ ഇങ്ങനെ കിട്ടാറില്ല, ഓൺലൈനൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. ഇത് ഞാൻ ചുമ്മാ അവസാനം എന്തോ തികക്കാൻ വേണ്ടി ആഡ് ചെയ്ത ഒരു സാധനം, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ വേറൊന്നും ഇല്ലായിരുന്നു മോഡൽ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു മോഡലത് ഈ ഒരു ഷേപ്പിൽ വരുന്നൊരു മോഡൽ. ഇങ്ങനെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞാനത് ജസ്റ്റ് ആഡ് ചെയ്ത് വാങ്ങിയത്. അടുത്തത് നമ്മളുടെ ശംഖല്ലല്ലോ, എന്താ പറയുക, ഷെല്ലിൻ്റെ ഒരു മോഡൽ വരുന്നൊരു കമ്മല. ഇതൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇട്ട് വരുമ്പോൾ. പിന്നെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി. ഞാൻ കുറച്ചുകൂടെ ചെറുതായിരിക്കും എന്നാണ് വിചാരിച്ചത്. കൊള്ളാലോ. ഒരു മുത്ത് പോയോ, അതോ അത് അങ്ങനെ തന്നെയാണോ ഡിസൈൻ? ഇതേ നല്ല ഭംഗിയില്ലേ, കൊള്ളാം. അടുത്തത് ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം കാർട്ടിൽ ആഡ് ചെയ്ത കമ്മൽ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഒരു മോഡലൊരു കമ്മൽ, ഇത് കുറച്ച് വലുതാണ്, ഹെവിയാണ്, ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. മറ്റേതൊക്കെ എടുക്കുമ്പം നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഇതെടുത്തപ്പോൾ ഇച്ചിരി വെയിറ്റ് തോന്നുന്നുണ്ട്. പിന്നെ വന്നിട്ട് സ്പൈറലിൻ്റെ വേറൊരു മോഡൽ, ഈ ഒരു മോഡൽ, ഇതും ഒരു സ്പൈറൽ ഡിസൈൻ വരുന്നൊരു മോഡലാണ്. അടുത്തത് ഇത് കൊള്ളാമല്ലോ. ഇത് ഞാൻ ലാസ്റ്റ് വേണോ വേണ്ടോ എന്ന് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തൊരു കമ്മൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗോൾഡ് കുറച്ചുകൂടെ ഒരു ഷൈനിങ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേ ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച ജ്വല്ലറീസ്. എല്ലാ ഇയറിങ്സ് ആട്ടോ, ഞാൻ മെജോറിറ്റിയും ഇയറിങ്സാണ് മേടിച്ചേക്കുന്നത്. ഇതൊരു നെക്ലേസ്, ഇതൊരെണ്ണം സ്റ്റാർ ഫിഷിൻ്റെ ആ ഒരു ഇതിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സെറ്റായിട്ട് വരുന്ന 3 റിങ്സിൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു 3 ഇയറിങ്സ്. പിന്നെ ഇതാണ് എനിക്ക് ഫ്രീ കിട്ടിയ ബാഗ്.